നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കളക്ടറേറ്റിൽ തേനീച്ച ഇളകി. നിരവധി പേർക്ക് കുത്തേറ്റു. തേനീച്ചക്കൂട് ഇളകിയത് ബോംബ് ഭീഷണിയെ തുടർന്നുള്ള പരിശോധനയ്ക്കിടെ. കണ്ണൂരിലെ 4 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ വഴിത്തിരിവ്. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് ബന്ധുവായ 12 വയസ്സുകാരി. പെൺകുട്ടി മരിച്ച കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരന്റെ മകൾ. ജുവനൈൽ കോടതിയിൽ ഹാജരാക്കും. കൊല്ലത്തെ കൊലപാതകവും ആത്മഹത്യയും പ്രണയപ്പകയും. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരി വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് തേജസിന്റെ ക്രൂരകൃത്യത്തിന് കാരണമെന്ന് പോലീസ്. പെൺകുട്ടിയെ കൊല്ലാനും ലക്ഷ്യമിട്ടു. കുത്തേറ്റ ഫെബിന്റെ പിതാവ് ഗുരുതരാവസ്ഥയിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ക്ഷേത്രോത്സവങ്ങളിൽ സിനിമാ പാട്ട് എന്തിന്? ഭക്തിഗാനമാണ് പാടേണ്ടത് എന്നും കടയ്ക്കൽ തിരുവാതിര ഉത്സവ കേസ് പരിഗണിക്കുമ്പോൾ നിരീക്ഷണം. ദൈവത്തിന്റെ പണം ദൂർത്തടിച്ച് കളയാനുള്ളതല്ല എന്നും കോടതി. ക്ഷേത്ര ഉപദേശക സമിതിയോട് വിശദീകരണം തേടി. മകളുടെ വിവാഹത്തിനും സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടിയില്ല. മാറായമുട്ടം സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരവുമായി ദമ്പതികൾ. ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത് 15 ലക്ഷം രൂപ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മൊഴി നൽകാൻ ആരെയും നിർബന്ധിക്കരുത് എന്ന് ഹൈക്കോടതി. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് പോലീസിന് നിർദ്ദേശം. മൊഴി നൽകാൻ നിർബന്ധിച്ചാൽ കോടതിയെ സമീപിക്കാം. മദ്യപിച്ചതിന് ശേഷം വിശ്രമിച്ചത് റെയിൽ പാളത്തിൽ. ട്രെയിൻ മുകളിലൂടെ കടന്നുപോയി. ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ പാളത്തിൽ കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. Sonny Williams and Butch Wilmore begin their belated trip home. സുനിത വില്യംസും സഹയാത്രികരും ഭൂമിയിലേക്ക് യാത്ര തുടരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്രാപേടകം വേർപെട്ടത് 11 മണിയോടെ. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന നിർണായക ഘട്ടം പുലർച്ചെ 2:30-ഓടെ. 3:30-ഓടെ ഫ്ലോറിഡയ്ക്ക് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലാൻഡിംഗ്. മഹാകുംഭമേള മഹാവിജയമെന്ന് പ്രധാനമന്ത്രി. समाज के सभी कर्मयोगियों का अभिनंदन करता हूं. കുംഭമേളയുടെ വിജയത്തിനായി പ്രയത്നിച്ചവരെ അഭിനന്ദിച്ച് ലോക്സഭയിൽ മോദി. സംസാരിക്കാൻ അവസരം കിട്ടാത്തതിന് പ്രതിപക്ഷ ബഹളം. തിരുവനന്തപുരം കളക്ടറേറ്റിൽ തേനീച്ച ആക്രമണം. ജീവനക്കാരും പോലീസുകാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്ന ഭീഷണി സന്ദേശം നേരത്തെ വന്നിരുന്നു. പരിശോധന നടക്കുന്നതിനിടെയാണ് തേനീച്ചക്കൂട് ഇളകിയത്. തിരുവനന്തപുരം കളക്ടറേറ്റിലാണ് തേനീച്ചക്കൂട് ഇളകിയത്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. പൊതുജനങ്ങളും അതോടൊപ്പം തന്നെ ജീവനക്കാർ, പോലീസുകാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾക്ക് ഈ തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റു. ഈ ആളുകളെല്ലാം തന്നെ കെട്ടിടത്തിന് പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം തിരുവനന്തപുരം കളക്ടറേറ്റിന് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. കളക്ടറുടെ ഇമെയിലിലേക്കാണ് ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം എത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ആരംഭിച്ചു. അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു. വിവരമറിഞ്ഞ് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്തു. ജീവനക്കാരെ മുഴുവൻ കെട്ടിടത്തിന് പുറത്തിറക്കിയായിരുന്നു പരിശോധന. എന്നാൽ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ തേനീച്ചക്കൂട് കളക്ടറേറ്റിന്റെ ചില വശങ്ങളിലായി ഉണ്ട്. ഈ കൂടുകളിൽ നിന്ന് തേനീച്ചകൾ കൂട്ടമായി പുറത്തേക്ക് വരികയായിരുന്നു. ആളുകളെല്ലാം തന്നെ പരിശോധന ആയതുകൊണ്ട് തന്നെ ആളുകൾ പുറത്താണ് ഉണ്ടായിരുന്നത്, കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ തേനീച്ചക്കൂട്ടം ആക്രമിക്കുന്ന നിലയുണ്ടായി. ആളുകൾ പരക്കം പായുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഈ സമീപത്തുണ്ടായിരുന്ന ചെടിയുടെ കമ്പുകളും മറ്റും
ചെറിയ ഓലക്കൈയും മറ്റുമൊക്കെ തലയ്ക്ക് മുകളിൽ വീശിയാണ് പലരും ഓടിയത്. പോലീസുകാരും ആ തരത്തിൽ തന്നെയാണ്. ഇവിടെ പരിശോധനയ്ക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർക്ക് നേരെയും ഈ ആക്രമണം ഉണ്ടായി. ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് വണ്ടികളിൽ ആദ്യം പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി, പേരൂർക്കട ആശുപത്രിയിലേക്ക് ഉൾപ്പെടെയാണ് കൊണ്ടുപോയത്. പിന്നീട് കൂടുതൽ ആംബുലൻസുകൾ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പരിക്കേറ്റവരെ ആംബുലൻസുകളിലും കൊണ്ടുപോയി. ജീവനക്കാരുടെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. കുറേ വാഹനങ്ങളിൽ അങ്ങനെ ജീവനക്കാരും പുറത്തുപോയി. പിന്നീട് ഇവിടെ മൈക്ക് വെച്ച് പോലീസിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായി. എല്ലാവരും പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങണമെന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. എന്നാൽ ഈ തേനീച്ചകൾ കൂട്ടത്തോടെ ആളുകളെ ഓടിക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ റോഡിലേക്ക് എത്തിയപ്പോഴും റോഡിലും ആളുകൾക്ക് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായി. പിന്നീട് KSRTCയുടെ ബസ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ജോലി സമയം കഴിഞ്ഞ് യാത്ര പുറപ്പെടാൻ നിന്ന ബസ്സാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓഫീസ് ടൈം തീരുന്നതിന് മുൻപ് തന്നെ ആളുകളെ കയറ്റി ആ ബസ് നഗരത്തിലേക്ക് പോവുകയും ചെയ്തു. ഏതായിരുന്നാലും വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കളക്ടറേറ്റിൽ ഉണ്ടായത്. ബോംബ് ഭീഷണിയുടെ സാഹചര്യമായിരുന്നു, പക്ഷേ തേനീച്ച ആക്രമണമായിരുന്നു ആളുകൾക്ക് നേരെ ഉണ്ടായത്. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ക്ഷേത്രോത്സവത്തിൽ അനുവദിക്കുന്നത്? ദൈവത്തിനായി നൽകുന്ന പണം ദൂർത്തടിച്ച് കളയാനുള്ളതല്ല, ക്ഷേത്രോത്സവം ആണ്, കോളേജ് യൂണിയൻ ഫെസ്റ്റിവൽ അല്ല എന്നും കോടതി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നും ഹൈക്കോടതി. ആജ്ഞ രവീന്ദ്രൻ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു വിപ്ലവ ഗാനാലാപനം. ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനം ഉയരുന്നു. ഒപ്പം ഈ ക്ഷേത്രോത്സവത്തിലൊക്കെ സിനിമാ പാട്ടുകൾ എന്തിന് എന്ന ചോദ്യം കൂടി കോടതി ചോദിക്കുന്നുണ്ടല്ലോ. അഭിലാഷ്, രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേരെ ഉന്നയിച്ചത്. ക്ഷേത്രങ്ങൾ വിപ്ലവഗാനങ്ങൾ പാടാനുള്ള ഇടമാണോ എന്നാണ് കോടതി ചോദിച്ചത്. അവിടെ ഭക്തിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഉള്ളത്. അതുകൊണ്ട് ഭക്തിഗാനത്തിനാണ് അവിടെ സ്ഥാനമുള്ളത്. സിനിമാ ഗാനങ്ങളും വിപ്ലവ ഗാനങ്ങളും ക്ഷേത്രത്തിൽ എന്തിനാണ് എന്നാണ് കോടതി ചോദിച്ചത്. ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യം വിളിക്കാനുള്ള ഇടമാണോ കോടതി എന്ന് ക്ഷേത്രമെന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്ര അധ്യക്ഷനായ ദേവസ്വം ബെഞ്ചാണ് ബെഞ്ചിന്റേതാണ് ഈ നിരീക്ഷണം. ഡിവൈഎഫ്ഐ സിന്ദാബാദ് എന്നാണോ ക്ഷേത്രങ്ങളിൽ വിളിക്കാറുള്ളത്? ഇത്തരം പരിപാടികൾ ക്ഷേത്രത്തിൽ നടത്താൻ പാടില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഭക്തരിൽ നിന്നും പണം പിരിവ് നടത്തുന്നത് ഇത്തരം പരിപാടികൾ നടത്താനുള്ളതല്ല. അധികം, അതായത് ദൈവത്തിന്റെ പേരിൽ പിരിക്കുന്ന പണം അധികമാണെങ്കിൽ അത് അന്നദാനം നടത്താൻ ഉപയോഗിക്കുമെന്നും കോടതി പറയുന്നുണ്ട്. പണം കൂടുതലുണ്ടെങ്കിൽ അത് അന്നദാനം നടത്താൻ ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്ഷേത്രോപദേശ അംഗങ്ങൾ രാഷ്ട്രീയക്കാരായിരിക്കരുത്, പകരം വിശ്വാസികളായിരിക്കണമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത് കോളേജ് യൂണിയൻ ഫെസ്റ്റിവൽ അല്ല, ക്ഷേത്രോത്സവമാണ്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ, ഇത്തരം ആഘോഷങ്ങൾ, ക്ഷേത്രത്തിന്റെ ഭാഗമായുള്ള ഇത്തരം ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അലോഷ്യാദം പാടുന്നതിന്റെ ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചിരുന്നു. എന്തിനാണ് ഇത്ര വലിയ സ്റ്റേജിൽ ഇത്ര അധികം പ്രകാശ വിന്യാസമെന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ദേവസ്വം അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് സ്വമേധയാ കക്ഷി ചേരാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഉപദേശക സമിതിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് പ്രോഗ്രാമിന്റെ നോട്ടീസ് ഉപദേശക സമിതി നൽകിയിരുന്നില്ല എന്നും ദേവസ്വം ബോർഡ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. കണ്ണൂർ വളപട്ടണത്ത് 4 മാസമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് 12കാരി. കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരന്റെ മകളാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയാണ് 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം വീട്ടുവളപ്പിലെ കിണറ്റിൽ കണ്ടെത്തിയത്. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അതിനു മുമ്പ് പ്രതികരണങ്ങളിലേക്ക്. 12 വയസ്സ് കുട്ടി, വയസ്സ് കറക്റ്റായിട്ട് இன்னும் ரெக்கார்டிக்கலாയിട്ട് நாங்கள் இன்னும் அன்வேஷிச்சோம். பட் 7வது வகுப்பு പഠിக்கிற ഒരു കുട്ടിയാണ്. സോ അവർ ഇപ്പോൾ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേലും ഇതുകുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അവർ சொன்ன സ്റ്റേറ്റ്മെന്റ് ഇന്നലത്തിൽ ചോദിച്ചപ്പോൾ சொன்ன സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ എടുക്കും സ്റ്റേറ്റ്മെന്റ് എല്ലാ കോൺട്രഡിക്ഷൻസ് എല്ലാം നോക്കിയിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മൂവ് ഫർദർ ചെയ്യും. ബൈജു, എന്താണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്? അഭിലാഷ്, ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഈ കാര്യത്തിൽ പുറത്തു
പുറത്തു വരുന്നത്. ഇന്നലെ രാത്രിയാണ് 10:00 ഈ കുട്ടിയെ കാണാതാവുന്നതും പിന്നീട് വീടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും. അപ്പോൾ മുതൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം അടച്ചിട്ട ഒരു മുറിക്കകത്ത് കിടക്കുകയായിരുന്ന ഒരു കുട്ടി എങ്ങനെയാണ്, ഈ 4 മാസം മാത്രം പ്രായമുള്ള കുട്ടി എങ്ങനെയാണ് ഈ കിണറ്റിൽ വീണ് മരിച്ചത് എന്ന സംഭവം സംബന്ധിച്ച് എന്തായാലും ഇന്ന് രാവിലെ മുതൽ ഇവരുടെ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ വലിയ തോതിൽ ചോദ്യം ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ഈ സംഭവം, അതായത് 12 വയസ്സുകാരിയായ ഈ മുത്തു എന്ന് പറയുന്ന മുത്തുവിന്റെ സഹോദരന്റെ മകൾ, ഈ മകളാണ് ഈ കുട്ടിയെ കാണുന്നില്ല എന്ന് കുടുംബത്തോട് ഇവരോട് പറയുന്നത്. ആ 12 വയസ്സുകാരി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഒടുവിൽ കണ്ടെത്തുന്നു. അതായത് തനിക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഈ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം അത് പങ്കിട്ടു പോകുമോ, അല്ലെങ്കിൽ സ്നേഹം ഇല്ലാതാകുമോ എന്ന ഒരു ഭയം, ആ ഒരു ആശങ്ക, അതിന് പുറത്താണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്. ഏതാണ്ട് ഈ 1.5 വർഷം മുൻപാണ് ഈ മുത്തു ഒരു വിവാഹം കഴിക്കുന്നതും ഈ കുട്ടി ജനിക്കുന്നതും. ഇപ്പോൾ 4 മാസം പ്രായമായ കുട്ടി. ഇവരൊക്കെ വലിയ സ്നേഹത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ 12 വയസ്സുകാരിയും അതുപോലെ തന്നെ മുത്തുവിന്റെ മകളും ഒക്കെ വലിയ സ്നേഹത്തിലായിരുന്നു. മുത്തുവിന്റെ സഹോദരൻ മരിച്ചതിന് ശേഷം ഇവരുടെ ഈ പെൺകുട്ടിയെ 2 കുട്ടികളെ, 10 വയസ്സും 12 വയസ്സുള്ള കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. സ്വന്തം മകളെ പോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞായിരുന്നു വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും. അതുപോലെ തന്നെ വലിയ സ്നേഹത്തോടെയായിരുന്നു ഇവരെ വളർത്തിയതും. അതുമാത്രമല്ല, ഇപ്പോൾ ഈ കൊലപ്പെടുത്തിയ ഈ കുട്ടിയെയും ഈ 12 വയസ്സുകാരിയും ഒക്കെ വലിയ സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ ഭാഗത്തുനിന്നും ഇത്തരം നീക്കം ഉണ്ടാകുമെന്ന് ഒരു ചിന്ത പോലും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഏതായാലും വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു വിവരം തന്നെയായിരുന്നു അവസാനം പോലീസിന് ലഭിച്ചത്. തനിക്ക് ലഭിക്കുന്ന സ്നേഹം ഈ പുതുതായി വന്ന ഈ കുഞ്ഞിന് പങ്കിട്ടു പോകുമോ എന്ന ഒരു ആശങ്കയുടെ പുറത്താണ് ഈ കുട്ടി, 12 വയസ്സുകാരി, ഈ കൊലപാതകം ചെയ്യുന്നത്. ഈ കുറ്റം കുട്ടി സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ശുചിമുറിയിൽ പോകുന്ന സമയത്ത് കുട്ടിയെ കാണുന്നില്ല എന്ന് 12 വയസ്സുകാരി തന്നെയാണ് വീട്ടുകാരോട് പറയുന്നത്. ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കിണറ്റിൽ എറിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരികയും ഇവരെ വീട്ടുകാരെ ഉണർത്തി ഈ കുട്ടിയെ കാണുന്നില്ല എന്ന് വിവരം പറയുകയായിരുന്നു. പിന്നീട് വലിയ തോതിൽ തെരച്ചിൽ നടത്തുകയും സമീപത്തെ കിണറ്റിൽ ഈ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ഏതായാലും കൊലപാതകമാണെന്ന് പോലീസ് തുടക്കത്തിൽ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അത് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തുന്നത് വലിയ ആശങ്കയുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ രക്ഷിതാക്കളിലേക്ക് വരെ എത്തിയ ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ കരച്ചിലും ഈ കുട്ടിയെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് 12 വയസ്സുകാരിയായിരുന്നു മുൻപിലുണ്ടായിരുന്നത്. എന്തായാലും ഈ കുട്ടി ഈ കൊലപാതകം നടത്തിയത് കുട്ടിയാണെന്നുള്ള ഈ സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് കോടതിയിലെ ഈ 12 വയസ്സുകാരിയെ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് KV ബൈജു നൽകിയത്. ജീവനെടുത്ത പക. കൊല്ലം ഉളിയകോവിലിൽ 22-കാരനെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം പ്രണയപ്പക എന്ന നിഗമനത്തിൽ പോലീസ്. ഫെബിൻ ജോർജ് ഗോമസിന്റെ സഹോദരിയെ വിവാഹം ചെയ്തു നൽകാൻ കുടുംബം വിസമ്മതിച്ചതിനെ തുടർന്നുണ്ടായ പ്രകോപനം ആണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് FIR. തേജസിന്റെ മൃതദേഹം സംസ്കരിച്ചു. +2 കാലം മുതൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ചവറ സ്വദേശിയായ തേജസ് രാജും കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ മൂത്ത സഹോദരിയും. സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയ സൗഹൃദം പിന്നീട് വിവാഹാലോചനയിലേക്ക് മാറി. കൊല്ലത്തെ സ്വകാര്യ ബാങ്ക് കോച്ചിംഗ് സെന്ററിൽ ഒരുമിച്ചായിരുന്നു ഇരുവരുടെയും പഠനം. യുവതിക്ക് ബാങ്കിൽ ജോലി ലഭിച്ചെങ്കിലും തേജസിന്റെ ശ്രമം പരാജയപ്പെട്ടു. പിന്നാലെ PSC പരിശീലനത്തിലൂടെ പോലീസ് ടെസ്റ്റിൽ വിജയിച്ചെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ടതോടെ ഈ ശ്രമവും വിഫലമായി. ജോലിയിൽ പ്രവേശിക്കാതെ വിവാഹം നടത്തിത്തരാൻ ഫെബിന്റെ കുടുംബം സമ്മതിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് തേജസ് രാജ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായത്. തേജസിന്റെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതകളെ തുടർന്ന് ഫെബിന്റെ സഹോദരി ഇയാളുമായുള്ള സൗഹൃദം തന്നെ വേണ്ടെന്ന് വെക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കൊലപാതകം നടന്ന ഉളിയകോവിലിലെ ഫെബിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയ ഫോറൻസിക് സംഘം തേജസ് രാജ് ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തിയും മുഖം മറയ്ക്കാൻ ഉപയോഗിച്ച പർദ്ദയുടെ ഭാഗങ്ങളും ലൈറ്ററും ഇന്ധനം കൊണ്ടുവന്ന കുപ്പിയുടെ അടപ്പും വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ ഫെബിന്റെ മൃതദേഹം കാണാൻ നിരവധി ആളുകളാണ് ആശുപത്രി പരിസരത്ത് തടിച്ചുകൂടിയത്. നാളെയാകും ഫെബിൻ ജോർജിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ജോർജ് ഗോമസിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ തീരുമാനം. അതേസമയം ഫെബിന്റെ മാതാവ് ഡെയ്സിയുടെയും സഹോദരിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയതായാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.
ഏറെ നാടകീയമായ ഒരു കൊലപാതകത്തിന്റെയും പിന്നാലെയുള്ള ആത്മഹത്യയുടെയും ഞെട്ടലിൽ ആണ് കൊല്ലം നഗരം. അരുങ്കൊലയ്ക്ക് പിന്നിൽ വില്ലൻ ആയത് പ്രണയപ്പക എന്നാണ് പോലീസ് നിഗമനം. പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായ തേജസ് രാജുവാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നതും അയാൾ അരമണിക്കൂറിന് ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയെന്നതുമാണ് സംഭവത്തിലെ നാടകീയത. ഇന്നലെ വൈകിട്ട് 6:45 വെള്ള നിറമുള്ള കാറിൽ കറുത്ത വസ്ത്രം ധരിച്ചൊരാൾ ഫെബിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ആരെന്ന് തിരിച്ചറിയും മുൻപേ ഫെബിന് കുത്തേറ്റു. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു ആക്രമണം. തടയാൻ ശ്രമിക്കുന്നതിനിടെ പിതാവ് ജോർജ് ഗോമസിനും കുത്തേറ്റു. മാതാവ് ഡെയ്സിയുടെ മുന്നിൽ വെച്ചായിരുന്നു ക്രൂരത. തുടർന്ന് ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ജോർജ് ഗോമസിന്റേത് ആദ്യം ചെറിയ പരിക്കാണെന്ന് കരുതിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവം ഉള്ളതായി കണ്ടെത്തി. ഉടനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഈ സമയം വിദ്യാർത്ഥിക്ക് കുത്തേറ്റെന്ന വിവരത്തെ തുടർന്ന് പോലീസ് സംഘം ഉളിയകോവിലെത്തി. അപ്പോഴാണ് ട്രെയിൻ തട്ടിയ ഒരാൾ മരിച്ചെന്ന വിവരവും കൊല്ലം ഈസ്റ്റ് പോലീസിനെ തേടിയെത്തിയത്. ട്രെയിൻ തട്ടിയത് ഓവർ ബ്രിഡ്ജിന് സമീപമാണെങ്കിലും മൃതദേഹം തപ്പി ഏറെ നേരം പോലീസ് അലഞ്ഞു. അപ്പോഴാണ് പാലത്തിനടിയിൽ രക്തക്കറപ്പുരണ്ട കാർ ശ്രദ്ധയിൽപ്പെടുന്നത്. കാറും കാറിന്റെ വിവരങ്ങളും പരിശോധിച്ചപ്പോഴാണ് DCRBയിൽ ജോലി ചെയ്യുന്ന രാജുവിന്റേതാണ് കാറെന്നും കണ്ടെത്തിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ട്രെയിൻ തട്ടി മരിച്ചത് രാജുവിന്റെ മകൻ തേജസ് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഒടുവിൽ ഉളിയകോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയത് തേജസ് ആണെന്നും പോലീസ് കണ്ടെത്തി. കൊലയ്ക്ക് ശേഷം കാറിൽ കടപ്പാക്കടയിലെത്തിയ തേജസ് ചെമ്പാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിനടിയിൽ എത്തി കാർ പാർക്ക് ചെയ്തു. പിന്നീട് വാഹനത്തിനുള്ളിലിരുന്ന് കൈത്തണ്ട മുറിച്ച ശേഷം കൊല്ലത്തേക്കെത്തിയ ട്രെയിനിന് മുന്നിൽ ചാടുകയായിരുന്നു. ഫാത്തിമ മാത നാഷണൽ കോളേജ് വിദ്യാർത്ഥിയായ ഫെബിൻ കൊല്ലപ്പെട്ടത് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ഉളിയക്കോവിലിൽ ഡിഗ്രി വിദ്യാർത്ഥിയായി ഫെബിൻ ജീവനെടുക്കാൻ എങ്ങനെയാണ് തേജസ് രാജിന് കഴിഞ്ഞത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പഠിക്കാൻ മിടുക്കൻ, പോലീസുകാരനാകാൻ ആഗ്രഹിച്ചിരുന്ന യുവാവ് നാട്ടുകാർക്കൊന്നും തേജസ് കൊലപാതകം നടത്തിയെന്നും പിന്നീട് ജീവനൊടുക്കി എന്നും ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടുകാർക്കാർക്കും തേജസ് രാജിനെ കുറിച്ച് മോശം ഒരഭിപ്രായമില്ല. പഠിക്കാൻ മുൻപന്തിയിലായിരുന്നു. എല്ലാവരോടും നല്ല പെരുമാറ്റം. ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന യുവാവ്. പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് പൂർത്തിയാക്കി. നീണ്ടകര സ്വദേശിയും കൊല്ലം ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ ഗ്രേഡ് SI രാജുവിന്റെ മകനുമാണ് തേജസ്. അച്ഛനെപ്പോലെ പോലീസിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം. അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒരു തവണ സിവിൽ പോലീസ് ഓഫീസർ യോഗ്യതാ പരീക്ഷ വിജയിച്ചെങ്കിലും കായികക്ഷമതാ പരീക്ഷ ക്ലിയർ ചെയ്തില്ല. മത്സര പരീക്ഷകളും മുടങ്ങാതെ എഴുതി. പയ്യൻ അവിടെ വന്ന് വീണ് കിടക്കായിരുന്നു. ഇവര് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ പോലീസിൽ ഇൻഫോം ചെയ്തു. നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കാർ എടുത്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് അന്നേരം കാർ ഓടിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയായി. അപ്പോഴത്തേക്ക് ഒരു ആട്ടോ വന്നു. ആട്ടോയ്ക്കകത്തിൽ കയറ്റി വിട്ടു. കൊല്ലം കളക്ടറേറ്റിൽ ജീവനക്കാരനാണ് തേജസിന്റെ മൂത്ത സഹോദരൻ. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും തേജസും ഒന്നിച്ചാണ് എഞ്ചിനീയറിംഗിന് പഠിച്ചത്. പിന്നീട് ബാങ്ക് പരീക്ഷാ പരിശീലനത്തിനും ഒന്നിച്ചായിരുന്നു. നാട്ടുകാരനായ മിടുക്കൻ കൊലയാളിയാണെന്ന നടുക്കത്തോടെ തന്നെയാണ് നീണ്ടകരക്കാർ കേട്ടത്. തേജസിന് അങ്ങനെ ആരെയും കൊല്ലാനും സ്വന്തം ജീവൻ ഇല്ലാതാക്കാനും കഴിയുമെന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ന്യൂസ് 18 കൊല്ലം. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പും പൂർത്തിയായി. സഹോദരൻ അഹ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പെരുമലയിലെ വീട് അടക്കം 7 ഇടങ്ങളിൽ പോലീസ് തെളിവെടുത്തു. നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പാങ്ങോട്, കിളിമാനൂർ, വെഞ്ഞാറമൂട് സ്റ്റേഷനുകളിലായാണ് കൂട്ടക്കൊലപാതകത്തിലെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദരൻ അഹ്സാന്റെയും സുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് ഇന്ന് നടന്നത്. രാവിലെ 9:30 പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലേക്ക് എത്തിച്ചു. ലത്തീഫിനെയും സാജിദയെയും കൊന്നതിനു ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയാണ് അഫാൻ അഹ്സാനെയും ഫർസാനെയും അടിച്ചു വീഴ്ത്തിയത്. വീട്ടിലേക്ക് കയറിയ വിധവും കൊലപാതക രീതിയും വീണ്ടും പ്രതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷം വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടത്തി. പെപ്സി, മുളകുപൊടി, ചുറ്റിക, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ചു. ഫർസാനയെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുത്ത ശേഷം പ്രതിയെ തിരികെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. 3 കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ വേഗത്തിൽ കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം.
മാതാവ് ഷെമി പഴയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത് കേസിനെ ബാധിക്കില്ലെന്നും പോലീസ് വിലയിരുത്തുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മകളുടെ വിവാഹാവശ്യത്തിനായി ബാങ്കിൽ നിക്ഷേപിച്ച തുക നൽകുന്നില്ല എന്നാരോപിച്ച് ബാങ്കിന് മുന്നിൽ ദമ്പതികളുടെ പ്രതിഷേധം. നെയ്യാറ്റിൻകര മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ആണ് കുടുംബം കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. 7 വർഷം മുമ്പാണ് തൂയൂർ സ്വദേശി ഗോപാലകൃഷ്ണൻ നായർ 15 ലക്ഷം രൂപ മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. മകളുടെ വിവാഹ ആവശ്യത്തിനായി നിക്ഷേപിച്ച പണമാണ് ഇത്. പണം ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ വിവാഹ സമയം പണം തിരികെ നൽകാമെന്നായിരുന്നു ബാങ്ക് അധികൃതരുടെ ഉറപ്പ്. എന്നാൽ വിവാഹം അടുത്തപ്പോൾ ബാങ്കിനെ വീണ്ടും സമീപിച്ച കുടുംബത്തിന് നേരെ കൈമലർത്തി അധികൃതർ. തുടർന്നാണ് ഗോപാലകൃഷ്ണൻ നായരും ഭാര്യ ലക്ഷ്മിയും മകളും ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത്. എന്റെ മകളെ കല്യാണ ആവശ്യത്തിനായി ഞാൻ പലതവണ ഇവിടെ കയറി ഇറങ്ങി. അപ്പോൾ എന്റെ പറഞ്ഞത് പിന്നെ ഉറപ്പിച്ചാൽ മതി, വാക്കുറപ്പിച്ചാൽ പൈസ തരാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ പ്രസിഡന്റ് അന്ന് ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്ക് നിവൃത്തിയില്ല. 27 വയസ്സായില്ല, നമുക്ക് കല്യാണം കഴിക്കാവുന്നില്ല. ബാങ്ക് നഷ്ടത്തിലാണെന്നും പണം കിട്ടാനുണ്ടെന്നുമാണ് അധികൃതരുടെ വാദം. എന്നാൽ മകളുടെ വിവാഹം ഉറപ്പിച്ച സാഹചര്യത്തിൽ ആകെയുള്ള കരുതൽ ധനം കിട്ടാതാകുമോ എന്ന ആശങ്കയിലാണ് കുടുംബം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ലഹരിവേട്ട തുടരുകയാണ്. താമരശ്ശേരിയിലും കൊച്ചിയിലുമായി 14 കിലോ കഞ്ചാവ് പിടികൂടി. UP ബംഗാൾ സ്വദേശികളാണ് പിടിയിലായത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും MDMAയും പിടികൂടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 11 ദിവസത്തിനിടെ 2.15 കോടിയുടെ ലഹരി വസ്തുക്കൾ ആണ് പിടിച്ചെടുത്തത്. സംസ്ഥാനത്ത് ലഹരി വിരുദ്ധ പോരാട്ടം ശക്തമാക്കിയിട്ടും നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനയിൽ മയക്കുമരുന്നും ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടി. പുലർച്ചെ വർക്കലയിൽ MDMAയുമായി പിടിയിലായത് 3 പേർ. പ്രവീൺ, വിഷ്ണു, ഹമീദ് എന്നിവരാണ് ഡാൻസാഫിന്റെ പിടിയിലായത്. വിനോദസഞ്ചാരികൾക്ക് വിൽക്കാനെത്തിച്ചതായിരുന്നു മയക്കുമരുന്ന്. പാലക്കാട് കോട്ടേപ്പാടത്ത് സിഗരറ്റ് പാക്കറ്റിൽ ഒളിപ്പിച്ച MDMAയുമായി അരടങ്കോട് സ്വദേശി മുഹമ്മദ് റിഷാദാണ് പിടിയിലായത്. ശ്രീകൃഷ്ണപുരത്തും മയക്കുമരുന്നുമായി മണലടി സ്വദേശി മുനീർ പിടിയിലായി. പാലാരിവട്ടത്ത് MDMAയുമായി പിടിയിലായത് അസം സ്വദേശിയാണ്. കോട്ടയത്ത് 6 ചാക്ക് നിരോധിത ലഹരി ഉൽപ്പന്നം പിടികൂടി. താമരശ്ശേരിയിലും കൊച്ചിയിലുമായി പിടിച്ചത് 14 കിലോ കഞ്ചാവ്. കൊച്ചിയിൽ ബംഗാൾ സ്വദേശി രോഹൻ ഷെയ്ഖും താമരശ്ശേരിയിൽ 9 കിലോ കഞ്ചാവുമായി 2 UP സ്വദേശികളും പിടിയിലായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കാണാതായ 13-കാരിയെ ബാംഗ്ലൂരുവിൽ കണ്ടെത്തി. കർണാടക പോലീസാണ് പെൺകുട്ടിയെയും ഒപ്പമുണ്ടായിരുന്ന യുവാവിനെയും കണ്ടെത്തിയത്. ഇവരെ നാട്ടിൽ എത്തിക്കാൻ താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ 11-ാം തീയതിയാണ് പെൺകുട്ടിയെ കാണാതായത്. കൊച്ചിയിൽ മദ്യപിച്ച് റെയിൽവേ പാളത്തിൽ കിടന്നവരെ ട്രെയിൻ നിർത്തി രക്ഷിച്ചു. ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ഷാലിമാർ എക്സ്പ്രസ് കടന്നു പോകുന്നതിനിടെയാണ് 2 പേർ പാളത്തിൽ കിടക്കുന്നത് കണ്ടത്. ഇതോടെ ട്രെയിൻ നിർത്തി ജീവനക്കാർ ഇറങ്ങി 2 പേരെയും പാളത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകാൻ താൽപര്യം ഇല്ലാത്തവരെ നിർബന്ധിക്കരുതെന്ന് ഹൈക്കോടതി. അന്വേഷണ സംഘം ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും വ്യക്തമാക്കി. മൊഴി നൽകാൻ SIT നിർബന്ധിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഇടപെടൽ. സിനിമയിലെ വയലൻസ് വലിയ രീതിയിൽ സമൂഹത്തെ ബാധിക്കുന്നുണ്ട് എന്നും കോടതി പരാമർശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമ്മർദ്ദം ചെലുത്തുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മൊഴി നൽകാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത്. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണ സംഘം ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു. നോട്ടീസ് കിട്ടിയവർക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകാമെന്നും മൊഴി നൽകാൻ താൽപര്യമില്ലെങ്കിൽ ഹാജരായി ആ വിവരം അറിയിക്കാമെന്നും കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 50 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് നേരത്തെ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിൽ 4 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചെന്നും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനിടെ സിനിമകളിലെ വയലൻസ് സമൂഹത്തെ ബാധിക്കുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സിനിമയിലെ വയലൻസ് നിയന്ത്രിക്കാൻ ഭരണകൂടം ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സിനിമാ മേഖലയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നത്. മലയാള സിനിമയിൽ ജോലി ചെയ്യണമെങ്കിൽ ശരീരം നൽകണമെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തുവന്നത്.
റിട്ടയർഡ് ജസ്റ്റിസ് ഹേമയ്ക്ക് പുറമെ നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മിറ്റി അംഗങ്ങൾ. 2019 ഡിസംബറിൽ ഹേമ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളും മുൻപ് തള്ളിയിരുന്നു. വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് പിന്നീട് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ന്യൂസ് 18 കൊച്ചി. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെച്ചു. കുംഭമേളയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ ചോദ്യം ചോദിക്കാൻ അവസരം തേടിയിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ. എന്നാൽ അത് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലായിരുന്നു ബഹളം. കുംഭമേള മഹാവിജയം എന്നായിരുന്നു സംഘാടകരായ ഉത്തർപ്രദേശ് സർക്കാരിനെ അഭിനന്ദിക്കുന്നതായി മോദി പറഞ്ഞു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ വെള്ളം ചേർത്ത നടപടി തിരുത്തണമെന്ന് സോണിയാഗാന്ധി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. തിരുപ്പതി ക്ഷേത്രത്തിൽ MP-മാരുടെയും MLA-മാരുടെയും ശുപാർശ കത്തുകൾ പരിഗണിച്ച് VIP ദർശനം നൽകും. ഇത് സംബന്ധിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശം തിരുമല തിരുപ്പതി ദേവസ്ഥാനം അംഗീകരിച്ചു. എല്ലാ ആഴ്ചയും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആകും ശുപാർശ കത്തുകൾ ഉള്ളവർക്ക് VIP ദർശനം അനുവദിക്കുക. ഒരു കത്തിൽ പരമാവധി 6 ആളുകളെ അനുവദിക്കും. 9 മാസത്തെ കാത്തിരിപ്പിന് ഒടുവിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് യാത്ര തുടരുകയാണ്. ഇവരടക്കം 4 പേരെയും വഹിച്ചുള്ള ഫ്രീഡം ഡ്രാഗൺ ക്യാപ്സൂൾ നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 3:27 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇറങ്ങും. And the crew members who will remain on board the International Space Station, maintaining a continuous human presence on the orbital laboratory. അവർ യാത്ര തിരിച്ചു. ഇനി സുരക്ഷിതമായി ഭൂമിയിലെത്തണം. ആകാംക്ഷയുടെ ഇതുവരെയുള്ള ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. നാസയുടെ ക്രൂ 9 ബഹിരാകാശ ദൗത്യ സംഘാംഗങ്ങളുമായി സ്പേസ് എക്സിന്റെ ഫ്രീഡം ഡ്രാഗൺ പേടകം ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 10:35 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായുള്ള ബന്ധം വേർപ്പെടുത്തി ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. ഇനിയുള്ള മണിക്കൂറുകൾ അതിനിർണായകമാണ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:41 ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയ തുടങ്ങും. പേടകം വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് പാരച്യൂട്ടുകൾ നിവർത്തി പേടകത്തിന്റെ വേഗം വീണ്ടും കുറയ്ക്കും. നാളെ പുലർച്ചെ 3:27 അവർ സുരക്ഷിതരായി കടൽ തൊടും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ സമയക്രമത്തിൽ മാറ്റം വരാം. കടലിൽ പതിക്കുന്ന ക്യാപ്സ്യൂൾ കപ്പലിൽ കരയിലേക്ക് എത്തിക്കും. ഒൻപത് മാസം മുമ്പ് 8 ദിവസത്തെ ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ നാസയുടെ ബഹിരാകാശ ദൗത്യ സംഘാംഗങ്ങളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഒപ്പം കഴിഞ്ഞ സെപ്റ്റംബറിലെത്തിയ ആസ്ട്രോനോട്ട് നിക് ഹേഗും കോസ്മോനോട്ട് അലക്സാണ്ടർ ഗോർബനോവും ഇവരെയും വഹിച്ചുള്ള പേടകമാണിപ്പോൾ ഭൂമി ലക്ഷ്യമാക്കി എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പേസ് ഡെസ്ക് ന്യൂസ് 18. 2025 IPL സീസണിന് ഇനി 4 ദിവസം. എല്ലാവരുടെയും കണ്ണുകൾ താരങ്ങളിൽ ആണ്. MS ധോണിയെപ്പോലുള്ള താരങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രങ്ങൾ ആണ്. നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവരുടെ രസകരമായ കാര്യങ്ങൾ അറിയാൻ ഇന്ന് രാത്രി 9 മണിക്ക് ന്യൂസ് 18 കേരളം കാണുക. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസുമായി ഹരികൃഷ്ണൻ ചേരും. നമസ്കാരം.